സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെ ജനങ്ങളെ പിഴിഞ്ഞ് ഇപ്പോൾ അയൽമേലോട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കണം. പിന്നെ KSRTC ബസ്സിൽ നമ്മൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്നതാണ്. ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. പക്ഷേ പോക്ക് വരവെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം മുമ്പെല്ലാം യാത്ര ചെയ്യാനെല്ലാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായി. ദുരിതം തന്നെ അനുഭവിക്കുന്നത്. സങ്കടമുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോകുന്ന സമയത്തെല്ലാം നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇതുവരെ യാതൊരു അതിനൊന്നും ഒരു മറുപടി, ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവർ നമ്മളെ പൊട്ടന്മാരാക്കുകയെന്ന്, ജനങ്ങളെ പൊട്ടന്മാരാക്കുകയെന്ന് ഇപ്പോഴത്തെ ഈ നിയമം, ഇപ്പോഴത്തെ എന്താ പറയുക, സർക്കാരും കാര്യങ്ങളെല്ലാം. ഞാൻ ഈ ഗണേഷ് കുമാർ വന്ന് ഞാൻ വിചാരിച്ചിരുന്നു, കുറച്ച് അയാളെ സംസാരത്തിലും കേട്ട സമയത്ത് കുറച്ചൊരു സ്ത്രീകൾക്കൊരു മുൻഗണന, അല്ലെങ്കിൽ യാത്രക്കാർക്കൊരു സന്തോഷത്തിൽ ആരും പോയി വരിക ചെയ്യുന്നില്ല. അത് യാത്ര ചെയ്യുന്നവർ എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നതിൽ ആർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സോറി ആദ്യം തന്നെ പറയാം. പക്ഷേ നമുക്ക് പറയാതിരിക്കാൻ വയ്യ, പറയുക തന്നെ ചെയ്യണം. കാരണം പെണ്ണുങ്ങളെല്ലാം ഒറ്റക്കെല്ലാം ജോലി സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ KSRTC ജീവനക്കാരുണ്ടല്ലോ, ഓർക്ക് നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ക്യാഹേ, നമ്മൾ പറയാനുള്ളത് പോലും ഓർക്ക് കേൾക്കാനുള്ള മനസ്സോ ഓർക്ക് സൗകര്യമോ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ വ്യാഴാഴ്ച ഡേറ്റും പിന്നെ ബസ്സിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി, വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്ക് ബസ്. അത് ബുക്ക് ചെയ്തത് സ്കാനിയ. നല്ല പൈസ കൊടുത്തിട്ടാണ്, കൂടുതൽ ടിക്കറ്റിനെല്ലാം നല്ല പൈസ ഉണ്ട്. അത് കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് ഒരു ഉറുപ്പ്യ നമ്മൾ ഒരിക്കൽ കുറക്കാണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. 2 മണിക്കുള്ള ബസ് ലൈറ്റാവുമെന്ന് പറഞ്ഞ് 3 മണിക്ക് അല്ലേ ഉറങ്ങാണ്ടല്ലേ ഇരിക്കുന്നത്. 3 മണിക്ക് വിളിക്കാൻ പറഞ്ഞ് 3 മണിക്ക് വിളിച്ച്. അപ്പം പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ബസ്സാണ്, 5 മണീൻ്റെ ഉള്ളിലാണ് എത്തുമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളെ ഓരോ വിളിച്ച്, പിന്നെ ഒരു ഫോൺ എടുക്കുന്നില്ല. പിന്നെന്ന് വെച്ചാൽ ഒരു ലേറ്റായി എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ കാക്കാണ്ട് പോയി കഴിഞ്ഞാലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബസ് വന്നത് 6:30 മണി വരെ കോഴിക്കോട് സ്റ്റാൻഡിൽ ഇരുന്ന്, എന്നിട്ട് കയറി 7 മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്ത്. അതിന് മുന്നേ ബസ്സിൽ കയറി നോക്കുമ്പോൾ ഉള്ള ആൾക്കാരെല്ലാം കുത്തി നിറച്ചിട്ടാണ് കൊണ്ടുവന്നത് ബസ്സിൽ. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത സീറ്റിൽ ഇരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ബാഗും ലാപ്ടോപ്പിൻ്റെ ബാഗും എല്ലാം കയ്യിൽ തൂക്കി പിടിച്ച് ഒരു 10-15 മിനിറ്റ് ഇവരെ വേറൊരു സീറ്റ് ഇവർക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത്, എന്നിട്ട് ഇവരെ മാറ്റുന്നവരാടെ ബസ്സിൽ അതും വെയിറ്റ് ചെയ്ത്, ഉള്ള കൊതുക് കടി തേച്ചും സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് കൊള്ളുകയും ചെയ്ത്. പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ എന്താ ചെയ്യുക, നിങ്ങൾ എന്നാ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ പറഞ്ഞു തരണം. ഇനി മേലിൽ ഈ കേരള KSRTCയിൽ യാത്ര ചെയ്യൂല ആരും, ഞാനും എൻ്റെ മക്കളൊന്നും. ഞങ്ങൾ ഇനി കർണാടക ബസ്സിൽ തന്നെയാണ് പോകുന്നുള്ളൂ. നമുക്ക് എന്താ പറയുക, ലാംഗ്വേജ് പ്രശ്നം, സംസാരം നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പിന്നെ ഹിന്ദിയിൽ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും അതുകൊണ്ടാണ് പേടിച്ചിട്ടാണ് KSRTC തന്നെ പോകുന്നത്. നമ്മളെ സ്വന്തം ബസ്സാണല്ലോ. ഞാനിനി നാട്ടിൽ പോകുന്നുണ്ടെങ്കിലും എല്ലാം KSRTC തന്നെ ഞാൻ പോവുള്ളൂ. സമാധാനമായിട്ട് പോവുകയും വരികയും ചെയ്യുക. ഇതെന്ന് വെച്ചാൽ ബസ് ഭയങ്കര ഡിലേ ആണ്. 2 മണിക്ക് ഓഫീസിൽ കയറേണ്ട, ഡ്യൂട്ടി ടൈം 2 മണിയാണ്. 2 മണിക്ക് കയറേണ്ട പിന്നെ ആൾ എത്തുന്നത് 3:30 മണിക്കാണ് ബസ് ബാംഗ്ലൂർ സ്റ്റാൻഡിലെത്തുന്നത്. ഓഫീസിലെത്തുന്നത് 4:30 മണിക്ക്. ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ എന്താ ചെയ്യുക? രാത്രി 2 മണിക്ക് എടുക്കേണ്ട ബസ് രാവിലെ 10:30 ആകുമ്പോഴേക്ക് ബാംഗ്ലൂർ എത്തേണ്ടതാണ്. എന്നിട്ട് എത്തുന്നതാണ് 3:30 മണിക്ക്. എപ്പം നോക്കിയാൽ ബസ് കംപ്ലൈൻറ്റ് അത് ഇത്. ഒരുപാട് യാത്ര ചെയ്യുന്ന ആ യാത്രയിൽ മൊത്തം ദുരിതം തന്നെയാണ് പറയാനുള്ളൂ. കുറേ മുന്നേ 2 വർഷം മുന്നേ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് വന്ന്, അപ്പോൾ നമ്മൾ വൈറ്റിലയിലാണ് ബുക്ക് ചെയ്തത്. കയറിയത് ആലുവയിൽ പിന്നെ അവിടെ KSRTC നിർത്തുന്ന സ്ഥലം തന്നെ ഒരു പാലത്തിൻ്റെ അടിയിലായിട്ട് വരും. എന്തോ ഒരു സ്റ്റോപ്പിൻ്റെ പേരുണ്ട്. അത് നമുക്ക് എന്താ പറയുക, അവിടെ വൈറ്റിലയിൽ എത്താൻ താമസമുള്ളത് കൊണ്ട് അവിടെ വണ്ടി ഇറങ്ങിയിട്ട് അവിടെ വണ്ടി
വണ്ടി വെച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. അതാണെങ്കിൽ ഉള്ള മഴ തേച്ചും കൊണ്ട് 1.5 മണിക്കൂറായിട്ട് അവിടെ നിന്നത്. എന്നിട്ട് ഈ ബസ് വന്നിട്ട് പിന്നെ നമുക്ക് ചെറിയ കുഞ്ഞനുണ്ട്, 2-3 പിന്നെ എന്താ പറയുക ട്രോളി ബാഗെല്ലാം ഉണ്ടേനും. അത് ഇയാൾ പറയുക ലേറ്റായി. ആര് ലേറ്റായി? നമ്മളാണോ ലേറ്റാക്കുന്നത്? ലേറ്റായി എന്ന് പറഞ്ഞിട്ട് ഡിക്കിയിൽ വെക്കാൻ സമ്മതിച്ചില്ല ബസ്സിലെ കണ്ടക്ടർ. അയാൾ ചാടിക്കിടക്കുക. ഒരു കാര്യം നിങ്ങളോട് പറയുക, പെണ്ണുങ്ങളെടുത്ത് നിങ്ങൾ ഈ കുതിര കയറാൻ വരരുത്. നിങ്ങൾക്ക് അറിയൂ പെണ്ണുങ്ങളോട് ചാടിക്കടിച്ച പെണ്ണുങ്ങന്മാർ മുണ്ടൂല. നിങ്ങൾ ശരിക്കുള്ള പെണ്ണുങ്ങന്മാർ നിങ്ങൾ കണ്ടിട്ടില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ കച്ചറയാക്കണ്ട, ബസ്സിൽ മറ്റുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ ട്രോളി എന്താ പറയുക ഇത് കൊണ്ട് ബസ്സിൽ കയറി വെക്കുമ്പോൾ സാധാ ബസ്സിൽ നമുക്ക് സീറ്റിൻ്റെ അടിയിൽ വെച്ച് കാല അതിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടല്ലേ ഇരിക്കാൻ പറ്റും. അതുപോലെ ചെയ്യുന്ന ബസ്സാണോ ഇത്? ഈ സ്വിഫ്റ്റും പിന്നെ സ്കാനിയല്ലോ ഒന്നും പറയേണ്ട. ചെറിയ കുഞ്ഞിനെ പിടിച്ച് ബാഗ് ഒരു കൈ കൊണ്ട് പിടിച്ച്, ഇതാണെങ്കിൽ ഉരുണ്ട് പോവുക, എല്ലാവരെയും പോയിട്ട് മുട്ടുക. അയാൾക്ക് ഒരു 5 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമുക്ക് സൗകര്യമല്ലേ? നിങ്ങൾ സ്വന്തം കുടുംബത്തിനോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുമോ? നിങ്ങൾ സ്വന്തം കുടുംബത്തിന് ഒരു വാല്യൂ കൊടുക്കാത്ത ആൾക്കാരെ മാത്രമാണ് ഇങ്ങനെയുള്ള മറ്റ് അന്യ സ്ത്രീകളോട് പെരുമാറുള്ളൂ. അത് ആ കാര്യത്തിൽ ഒരു ഇതുമില്ല, തെറ്റുമില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സ്വന്തം കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് ഒരു ബഹുമാനം ഒരു ഇതും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ആൾക്കാരും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൂല. ഇവർ നമ്മളോട് എന്തോ ഒരു പക തീർക്കും പോലെ. നിങ്ങൾക്ക് കയ്യിലിങ്ങ് വീട്ടിലിരിക്കണം, അല്ലെ വേറെ കണ്ടം കുത്താനും പോയിക്കോ. ഇഷ്ടം പോലെ പഠിച്ചിട്ട് ജോലിയില്ലാത്ത മക്കൾ ഇരിക്കുന്നുണ്ട്, ചെറിയ ചെറുപ്പക്കാർ കുട്ടികളും പെൺകുട്ടികളെല്ലാം. ഒരിക്കൽ കൊടുക്കുക ജോലി, ഓല അന്തസ്സായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറിക്കോ എന്നുള്ളൊരു നിലപാടാണ്. എന്നിട്ട് കഥ തീർന്നില്ല. 1 മണിക്കൂർ ബസ് ഓടി. അപ്പം കാണാം നമ്മൾ കയറിയ ആ സ്റ്റോപ്പിൽ നിന്ന് ഏതോ ഒരു ഓഫീസറാണ് അയാളെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി. പിന്നെ അയാൾ വിളിക്കുന്നത് ബസ് എവിടെയാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇവർ പറഞ്ഞു അവിടെ നിന്ന് പോയി സാറേ, നമ്മൾ 1 മണിക്കൂറോളം ബസ് ഓടി. അപ്പോൾ അയാൾ പറയുന്നത് ഞാനിവിടെ നിന്നിട്ട് കുറച്ച് സമയമായി. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അയാൾ അവിടെ എവിടെയും നിൽക്കുന്നുണ്ട്. നമ്മൾ മഴയായതുകൊണ്ട് നമ്മളെ പാലത്തിൻ്റെ അടിയിൽ കയറി നിന്ന് അയാൾ എനിക്ക് തോന്നുന്നു കാറിലായിട്ട് ഇരിക്കുന്നുണ്ട്. അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ബസ് വന്നു പോയത്. നമുക്ക് ഒരു 5 മിനിറ്റ് ആ ലഗേജ് ഡിക്കിയിൽ വെക്കാൻ സമയം തന്നിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനെ ഒരിക്കൽ അവിടെ നിന്ന് കേട്ടേനു, ബസ്സിൽ ഒരു കാണുവേനു. അത് അനുവദിക്കാണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മളെ കൈയും ഇതിങ്ങനെ പിടിച്ച് വെച്ച് കുഞ്ഞിനെ മടിയിൽ വെച്ച് ഈ പെട്ടി ഉരുണ്ട് പോകും. അപ്പോൾ അതിനെ പിന്നെയും പിടിച്ച് വെക്കും. മുമ്പിലുള്ള ആൾക്കാരെ മേത്തും കാലിനെല്ലാം പോയിട്ട് തട്ടിക്കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ലഗേജ് അപ്പുറം ഇപ്പുറം വെച്ച് കഴിഞ്ഞാലുണ്ടാവും ബസ് ഓരോ വളവിലെത്തുന്ന സമയത്ത് ഇപ്പുറത്തുള്ള ബാഗ് അപ്പുറം ഇരിക്കുന്ന പോലെ മേത്ത് പോയിട്ട് ചാടും. അത് ലാപ്ടോപ്പിലാണെങ്കിൽ അതിൻ്റെ പണി കഴിഞ്ഞ്. ഞാനൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, കുറച്ച് തേങ്ങ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകും ഈ ബസ്സിലെല്ലാം. എന്നാൽ പിന്നെ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ എടുത്തങ്ങ് ചാടി കൊടുത്താൽ മതിയല്ല. അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ചേർന്ന പണി അതാന്ന്. ഈ മനുഷ്യൻ കാണാൻ പറയുന്നത്, ഈ ഓഫീസർ കാണാൻ പറയുന്നത് ഞാനിവിടെ നിൽക്കുന്നുണ്ട്, തിരിച്ച് ഇവിടെ വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എണീച്ചെന്ന് കൈമുട്ടണം എന്ന് വിചാരിച്ചു ഞാൻ. എന്താ വെച്ചാൽ കുറച്ച് സമയം മുന്നേ നമ്മളെ മേത്ത് ചാടിക്കടിച്ചിട്ട് ലഗേജ് ഡിക്കിയിൽ വെക്കാൻ പറ്റൂല, സമയമില്ല എന്ന് പറഞ്ഞ ആളാണ്. 1 മണിക്കൂർ പിന്നെ പോയ ബസ് തിരിച്ച് വന്നിട്ട് ഈ മനുഷ്യനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ നിന്ന സ്ഥലത്ത് അതേ സ്ഥലത്ത് വന്നിട്ട് ഇയാളെ കയറ്റി തിരിച്ചു പോയി. അയാൾ പറഞ്ഞ് പിന്നെ കംപ്ലൈൻറ്റ് അങ്ങ് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഒരു ചൊല്ലിയില്ലേ അത്. പിന്നെ കുറച്ച് മുമ്പ് ബസ് ബുക്ക് ചെയ്ത ബസ്സില്ല, എവിടെയോ നമ്മൾ ലോക്കൽ ബസ്സിൽ നമ്മൾ ഇവിടുന്ന് കയറി. എന്നിട്ട് വേറെതോ സ്ഥലം ഇരുട്ടി വയ്യല്ല പോയത്, അവിടെ എവിടെ എത്തുമ്പോൾ അവിടെ ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്ത ബസ്. ആ 1 മണിക്കൂർ അവിടെ നിർത്തിയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ബസ് വന്ന് അതിൽ കയറി നമ്മൾ ബാംഗ്ലൂരേക്ക് പോയി. പിന്നെ ഒരു കാര്യം ഈ ഗണേഷ് കുമാറിനോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ അവിടെ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്തിട്ട് ആളെ സുഖിപ്പിച്ചാൽ പോരാ. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നിട്ട് നമ്മളെ പിഞ്ഞ് നിങ്ങൾ അയൽമേലിട്ട് പിന്നെ ഈ സർക്കാർ അത്രയേ പറയാനുള്ളൂ. ജനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നല്ല ജനങ്ങളെ ബുദ്ധിമുട്ടുന്നത്. സങ്കടമുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്. ഒരു മോട്ടോർ വാഹനം ഉള്ള വീട്ടിലുള്ള ആളാണെങ്കിൽ ആ മോട്ടോർ വാഹനം കൊണ്ട് തന്നെ ഓരോ സ്വത്ത് തേച്ച് നശിക്കും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ പറയുന്നത് 100% സത്യമാണ്, എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പിന്നെ ഞാൻ പറയുന്നതിന് എന്നെ കുറ്റം പറയാനുണ്ടാവും. അത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നാടിൻ്റെ ശാപം. ഈ നാടിൻ്റെ ശാപം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നല്ലത് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക ഒരു മന്ത്രീനെ തിരഞ്ഞെടുക്കുന്നതും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട്. ഇത് എന്താ പറയുക, ഇത് ഓരിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കരുവാകുക. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക അലക്കിയിട്ട് പീയുന്നില്ലേ, അതുപോലെ പീഞ്ഞ് എന്തെല്ലാം വിഷമങ്ങൾ നമുക്ക് നിങ്ങൾ കൊണ്ടു തന്ന് വേറെ മറ്റേ
അത് വേറെ ഇത് വേറെ GST വേറെ. ഇപ്പോൾ ഒരു വീട് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങണമെങ്കിലോ ഒരു എന്തെല്ലാം കുൽമാൽ നിങ്ങൾ നമ്മളതിൽ കൊണ്ടുപോയിട്ട് ആക്കി തന്ന് എന്ത് ആവശ്യത്തിന് ഇതിനെല്ലാം നിങ്ങൾക്ക് ഇതിനെല്ലാം നിങ്ങൾ കാലം നിങ്ങളോട് കണക്ക് ചോദിക്കും. അത് 100%, 101% ഉറപ്പുള്ള കാര്യമാണ്. ഒരുപാട് അമ്മമാരെ ശാപം ഉണ്ടാവും നിങ്ങൾക്ക്. ഒരിക്കലും നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്ന നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഒരുപാട് അമ്മമാരെ ശാപം നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ബാത്റൂമും കാര്യം ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത പശുവെല്ലാം ചാണകം ഇട്ട് വെച്ച പിന്നെ ഹോട്ടലിൻ്റെ മുമ്പിലെല്ലാം കൊണ്ടുപോയി നിർത്തി. ബാത്റൂം ആണെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് എന്നാ പറയുക, കോളാമ്പി പോലെ ഉണ്ടാവും ഓരോരോ ബാത്റൂമിനെ ക്ലോസറ്റിന് കാണാം. ബാതിൽ പകുതിയേ ഉണ്ടാവുള്ളൂ, ഉള്ളിൽ കൂടെ ആരെയും നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണും. ആടെ ക്യൂ നിന്ന് മൂക്കെല്ലാം പൊത്തി പിടിച്ച് ആടെ ക്യൂ നിന്ന് ചിലപ്പം പാട്ടേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബക്കറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്ര ഒന്നുള്ള എന്താ പറയുക പിന്നെ 2 ഗ്ലാസ് ചായ വയ്ക്കുന്ന പോലത്തെ പാട്ടയെല്ലാം ഉണ്ടാവുക, അതുണ്ടാവും. അപ്പോൾ ഇതും ഒരു കച്ചവടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ആളെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ നിന്ന് എന്തോ മെച്ചം കിട്ടുന്നുണ്ടാവും. അല്ലാണ്ട് എത്ര നല്ല നല്ല ഹോട്ടലുണ്ട്, എത്ര പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെയെല്ലാം ഒരു പ്രാവശ്യം നമ്മൾ പോയി കഴിഞ്ഞാൽ അതേ ടൈമിൽ നല്ല വൃത്തിയിലും വെടുപ്പിലും പോയിട്ട് ഭക്ഷണം കഴിക്കുക, ബാത്റൂമിൽ പോവുക. എന്തൊരു കഷ്ടപ്പാടാണ്. നമ്മൾ ബാത്റൂമിൽ പോയിട്ട് വരുമ്പോഴേക്ക് ഇവരെല്ലാം ഫുഡ് കഴിച്ച് ബസ് കയറി ഇരുന്ന് ഈ ഡ്രൈവർ ഹോൺ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ആ നിപ്പിൽ ഒന്നിക്കിലെ വെള്ളവും കുപ്പിയും വാങ്ങല്, വേറെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങും, വണ്ടി കയറും. ഭക്ഷണം കഴിക്കാൻ നമുക്ക് ടൈം കിട്ടലില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ ആവശ്യം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ കൊണ്ട്? നല്ല വൃത്തിയും വെടുപ്പുള്ള ഹോട്ടലും കാര്യമൊന്നുമില്ലേ ബാംഗ്ലൂർ എത്തുന്നവരെ? എല്ലാം നമ്മൾ പറയുകയും ചെയ്യും നല്ല വൃത്തിയുള്ള ഹോട്ടലിലെല്ലാം നിർത്തണേ. കാല് മടങ്ങാത്ത സാധാ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരെല്ലാം ഉണ്ട്. ഓലയും കൊണ്ട് പോയിട്ട് ഇതേ അവസ്ഥയിൽ തന്നെ ബാത്റൂമിൽ പോകണ്ടേ? ഇവർ ഈ റോഡ് അരിക്കും നിന്ന് കാര്യം സാധിക്കുന്നത്. അതുപോലെ നമുക്കിപ്പോൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു പരിഗണന, സ്ത്രീയാന്നുള്ള ഒരു പരിഗണനയും തരാത്ത ഒരാൾക്കാരാണ് ഈ KSRTC പിന്നെ എന്താ പറയുക ഈ ബസ്സുകാർ. ഞാൻ പിന്നെ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറയാം, ഇനിയെങ്കിലും ആരെങ്കിലും നിങ്ങളെ കണ്ണൊന്ന് തുറപ്പിക്കട്ടെ. നിങ്ങൾ ഒന്ന് ഇറങ്ങി നിന്നിട്ട് നിങ്ങളൊന്ന് ഇതിനെ പറ്റിയിട്ടൊന്ന് എങ്ങനെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ അറിയാണ്ട് നിങ്ങളൊന്ന് ഓരോന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ ഈ ബസ്സുകാരെ ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത്. ഒരിക്കലും കൃത്യസമയത്ത് ബസ് വരില്ല. പറഞ്ഞതിൽ ഒന്നിക്കില്ലെങ്കിൽ പിന്നെ എന്താ പറയുക ബസ് വേറെയായിരിക്കും, അല്ലെങ്കിൽ ഇതാ വരുന്നു കൃത്യസമയം ഒരിക്കലും പറയില്ല. എവിടെ എത്തിയെന്ന് അത് പറയില്ല. ഇതാ എത്താനായി എന്നിട്ടോ എന്തെങ്കിലും വർത്താനം പറയുമ്പോൾ അങ്ങക്ക് ആണെങ്കിൽ കയറിയാൽ മതി. നമ്മൾ പറയാനുള്ളത് കേൾക്കാൻ പോലുള്ള ഇത് ഒരിക്കില്ല. നിന്ന് തരില്ല. നമ്മൾ എന്തെങ്കിലും അവരോട് ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ അതിന് ഒരിക്കൽ സമയമില്ല. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാന്നാ സമയം ലേറ്റായി. ആര് ലേറ്റാക്കി? നമ്മളാണോ നമ്മളെ സമയം ലേറ്റാക്കി? നിങ്ങൾ പല കോലത്തിലുള്ള ബസ് ഇറക്കിയിട്ടും എന്താ പറയുക കല്യാണപ്പുര പോലത്തും മംഗലപ്പുര പോലത്തതും പിന്നെ ബസ് ഇറക്കിയിട്ടും കർട്ടൻ ഇട്ടതും AC ആക്കിയതൊന്നും ബസ് ഇറക്കിയിട്ട് കാര്യമില്ല. അതിൽ യാത്ര ചെയ്യുന്ന പോലെ കാര്യങ്ങളൊന്നും നോക്കണം. ഒരു സന്തോഷത്തിൽ തന്നെയാണോ യാത്ര ചെയ്യുന്നത്, ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടോ, അത് നിങ്ങൾ അന്വേഷിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വലിയ ആളാകാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ സർക്കാർ ചെലവിൽ AC കാറിൽ പറക്കുന്നതല്ലേ, നിലം തൊടാണ്ട് പറക്കുന്നതല്ലേ. സായികുമാറെ ഒരു പിന്നെ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, പിന്നെ റോഡ് പിന്നെ ഇത് ബുദ്ധിമുട്ട്, റോഡ് നല്ല റോഡല്ലേ. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് റോഡിനെ പറ്റിയിട്ട് അന്വേഷിച്ച ഒരു കുഴപ്പവും പിന്നെ റോഡിനില്ല എന്ന് പറഞ്ഞ പോലെ അത് കറക്റ്റാണ്. ഓരോ സിനിമയിലുള്ള ഓരോരോ മുമ്പ് കഴിഞ്ഞു പോയ സിനിമയിലുള്ള കാര്യങ്ങൾ അതെല്ലാം കറക്റ്റാണ്. പപ്പു പറയുന്ന മുതൽ കാര്യങ്ങൾ എല്ലാം വളരെ കറക്റ്റാണ്. ഏത് ബസ്സാണ് ഉള്ളതൊന്നും ബസ്സിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും പിന്നെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. നിങ്ങളെ എന്നെപ്പോലെയുള്ള സാധാരണ ജനങ്ങളുണ്ടല്ലോ, പിന്നെ ഓരോ മറുപടി മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ള പോലെ മറുപടിയൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. പിന്നെ ഇനി നിങ്ങൾക്ക് നല്ലപോലെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ വന്നിട്ട് പറയാം. എല്ലാവരും അറിയട്ടെ പിന്നെ നമ്മളെ KSRTCൻ്റെ ഗുണം. 10 റോഡിൽ നിന്ന് ബാംഗ്ലൂർ ബസ്സെല്ലാം പോകുന്ന കണ്ടാൽ ഭയങ്കര ഇതായിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി വെക്കണം. എന്താ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കണം. അവിടെ എത്തുന്നവരെയുള്ള എന്താ സുഖം എന്നുള്ളത് കാണുമ്പോൾ ഞാനും വിചാരിക്കും, എന്താ അടിപൊളി ബസ് പോകുന്ന പോക്ക് നോക്ക്. കയറിയാലേ അറിയുള്ളൂ. പള്ളിയിലെ കാര്യം പഠിച്ചാൽ എനിക്കറിയാമെന്ന് പറഞ്ഞ പോലെയാണ്. എൻ്റെ സംസാരം ഞാനിവിടെ നിർത്തുക. എനിക്കിനി ഒന്നും പറയാനില്ല.